അച്ഛൻ എത്ര ഇഷ്ടപ്പെട്ടാണെന്ന് അറിയൂ? അച്ഛന്റെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞതാ, അതാണ് കീറി കളഞ്ഞത്. അറിയാതെ ചെയ്തൊന്നുമല്ല, ഞാൻ തന്നെ ഇത് കീറിയെന്ന് മുമ്പിൽ വന്ന് പറഞ്ഞു. അല്ല, ഇവരെന്താ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഒരു ഫോട്ടോ കീറി കളഞ്ഞ എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന? ഇൻവിറ്റേഷൻ അടിച്ചപ്പോ അവരെന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചില്ലേ? എന്നിട്ട് തോറ്റോ? സൂര്യ തോറ്റോ? ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വീട്ടിൽ നടക്കുമ്പോ തന്നെ അവിടുന്ന് മാറ്റി നിർത്താൻ നോക്കിയില്ലേ? എന്നിട്ട് ജയിച്ചോ അവര്? ജയിച്ചോ നന്ദിനി, പറ. എന്തെങ്കിലും ഒരിക്കൽ തന്റെയോ എന്റെയോ മുമ്പില് ജയിച്ചതിനെ കുറിച്ച് പറയാനുണ്ടോ? ഈ ഒരു ഫോട്ടോ ഇവിടുത്തെ ഭിത്തിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു എന്നാണ് കരുതിയിരിക്കുന്നത്. എനിക്കത് വേണമെങ്കിലേ ഞാൻ പത്രത്തിൽ പബ്ലിഷ് ചെയ്യും, ഇല്ലെങ്കിലേ TV ചാനലിൽ പ്രദർശിപ്പിക്കും. അതും അല്ലെങ്കിൽ യതീന്ദ്രദാസിന്റെ കുടുംബം എന്ന് നാട് തോറും ഫ്ലക്സ് അടിച്ചു വെക്കും. നാണം കിടത്തർന്ന് സൂര്യ വിചാരിച്ചു കഴിഞ്ഞാലേ അതിനൊന്നും ഇവരാരും മറികടക്കില്ല. പിന്നെ തൂങ്ങിച്ചാവാനായിരിക്കും ഇവരുടെയൊക്കെ വിധി. വേണ്ട നന്ദിനി, അമ്മ ചെയ്തത് ന്യായമാണ്. ആ കൂട്ടത്തിൽ ഇരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ആവർത്തിക്കാനാണെങ്കിൽ ഞാനത് സമ്മതിച്ചു തരില്ല. താൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകണമെന്നും ഈ കുടുംബത്തിന്റെ ഭാഗമാകണമെന്നും തീരുമാനിച്ചത് ഞാനാണ്, ഞാൻ മാത്രമാണ്. അതിനെ ആര് ചോദ്യം ചെയ്താലും ഞാനത് സഹിക്കില്ല. ഇന്ന് രാത്രി തന്നെ എനിക്കിതിന് പകരം കിട്ടണം. സാറെന്താ ചെയ്യാൻ പോന്നെ? വേണ്ട, താനോ അച്ഛനോ അതറിയണ്ട. എനിക്കറിയാം എന്നെ തിരിച്ചോട് കൊടുക്കാൻ. എന്നിട്ട് ഞാൻ ഉറങ്ങും. എടാ വിവേക്, നീ എവിടെ ഉണ്ട്? എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം. എടാ, എനിക്ക് മദ്യം വേണം. വിവേക്, നീ കേൾക്കുന്നുണ്ടോ? എടാ, എവിടെ നിന്നാണെന്ന് വെച്ചാ 2 ഫോറിൻ ബോട്ടിൽ സംഘടിപ്പിക്കണം. എന്നിട്ട് അതിങ്ങ് എത്തിക്കണം. നീ പോടാ അവിടുന്ന്. ദേ, എന്നെ ഉപദേശിക്കാനും നിയന്ത്രിക്കാനും നീ നിൽക്കണ്ട, മനസ്സിലായോ? എടാ, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി, ഞാൻ എങ്കിലും പുറത്ത്. എടാ, 1 or 2 ബോട്ടിൽ മദ്യം സംഘടിപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, മനസ്സിലായോ? ശരി, ദേ ഒരു 1 hour വേണം, മനസ്സിലായോ? എന്തിനാ സർ വീണ്ടും മദ്യപിക്കുന്നത്? നന്ദിനി, സ്വഭാവത്തിൽ ജീവിക്കാൻ അവരെന്നെ സമ്മതിക്കില്ലെന്ന് മുമ്പേ എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ട് തന്നെയാ 24 മണിക്കൂറും മദ്യത്തിന്റെ ഗന്ധത്തോടെ ഞാൻ ഇവിടെ നടന്നിരുന്നത്. ഒരിക്കല് എന്റെ ചിറക് വെട്ടിയെരിഞ്ഞ് എന്നെ ഒരു മൂലക്കിരുത്തിയതാ. അവിടുന്ന് ഞാൻ പറക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും വാളെടുത്തവര് പിന്നാലുണ്ട്. ഇപ്പൊ അവരെന്നോട് കാണിക്കുന്നതേ തന്നോടുള്ള ദേഷ്യ. വിവേക് വരട്ടെ. സൂര്യയെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോണം, പഴയ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലേക്ക്. അതാ ഇവർക്ക് കാണേണ്ടത്. എടോ, താൻ കണ്ടിട്ടില്ലേ, മദ്യപിച്ച് നിയന്ത്രണം വിട്ട് ഞാൻ വരുമ്പോ എന്റെ മുമ്പിൽ നാവനക്കാൻ ശേഷിയില്ലാതെ പഞ്ചപുച്ച അടക്കി നിൽക്കുന്നത്. അതൊന്ന് രാത്രി തന്നെ ഞാൻ കാണിച്ചുതരാം. സൂര്യയുടെ കളി. ഇതുവരെ ചെയ്തതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നി. വീണ്ടും ഒരിക്കൽ കൂടി സൂര്യ സാർ മദ്യപിച്ചു തുടങ്ങിയാല് പിന്നീട് ഒരിക്കലും നമുക്ക് സൂര്യ സാറിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിവേകിനെ വിളിച്ചു. ഒരു കാരണവശാലും മദ്യം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. പകരം സാറിന്റെ കഴുത്തിലിടാനുള്ള മാലയും മുദ്രയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എനിക്കറിയേണ്ടത് അവൻ എങ്ങനെ സമ്മതിച്ചു എന്നാ. അതങ്ങനെ ചെയ്യിച്ചു സർ.
വേറൊരു മാർഗം ഇല്ലാത്തോണ്ട്. ഹര ഹര ഓം ഹര 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 ഓം ഹര